ശരിക്കും ഒരു മരുഭൂമി എഫക്റ്റ് ആട്ടോ. പക്ഷെ വലിയ ലോങ് ആയിട്ടൊന്നും ഇല്ല, ജസ്റ്റ് കുറച്ച് ഇത് പെട്ടെന്ന് കണ്ടാൽ അത് കോട്ടക്കുന്നിൻ്റെ ഉള്ളിലാണെന്ന് നമുക്ക് ഫീൽ ചെയ്യൂല. കാരണം അത്ര ഒറിജിനാലിറ്റിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏതാ ജുബി? അയ്യാ കറക്റ്റ് ഒരു മാച്ച്, രണ്ടാളും ഒരേ ഡ്രസ്സും. അപ്പൊ നമ്മളുള്ളത് ഇപ്പൊ കോട്ടക്കുന്നാണ്. അപ്പൊ ഇൻഷാല്ലാ നാളെ ചിലപ്പോ നമുക്ക് നോമ്പാണ് ആയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അധികം പുറത്തേക്കൊന്നും വരാൻ പറ്റില്ല, കാരണം ഷോപ്പിൽ തിരക്കൊക്കെ ആവും. അപ്പൊ ഞാൻ ബസ് കേൾക്കുന്നത് പറഞ്ഞു എനിക്ക് എന്തായാലും പുറത്ത് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങള് കോട്ടക്കുന്നിൽ എത്തിയപ്പോ ഇവിടെ മിറാക്കിൾ ഗാർഡൻ എന്നൊരു സംഭവം വന്നിക്കണ്. സംഭവം ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. നല്ല രസമുള്ള സ്പോട്ടുകളുണ്ട്. നമ്മളെ കോട്ടക്കുന്നൊന്നും കാണാത്ത ആൾക്കാരുണ്ടാവും, കുറെ ലോങ് എന്നുള്ളവരുണ്ടാവും. നമ്മള് പിന്നെ കോട്ടക്കുന്നിന്റെ അടുത്ത് തന്നെയാണ്, നമ്മളെ ഷോപ്പുള്ളതും കോട്ടക്കുന്നിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ പിന്നെ നമുക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര സെറ്റപ്പ് ആണ്, നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്. ഒരു അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ കഴിഞ്ഞു പോകുന്നില്ല, ഇത് പെർമനന്റ് ആയിട്ട് ഇനി ഇവിടെ ഉണ്ടാവുന്നതാണ് അവരോട് ചോദിച്ചപ്പോ പറഞ്ഞത്. ഉള്ളിക്ക് എൻട്രൻസ് ഫീ 50 rupees ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത്ര ടൈം ഒന്നുമില്ല, നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും ഇതിന്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാം. രാത്രി 9 മണി വരെ ഉണ്ട് അവര് പറഞ്ഞത്. സ്ഥലങ്ങൾ ഇങ്ങനെ കാണിച്ചുതരാം. ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ചുറ്റാണ്ടിട്ടാ. ഇതിനുള്ളിൽ മരുഭൂമി ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതാ മരുഭൂമിന്റെ ഒരു ഇത് കണ്ട, അവിടെ ഒരു പിരമിഡ് പോലെ, അത് മരുഭൂമിയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ എൻട്രൻസിൽ ഇങ്ങനെ ഐ ലവ് കോട്ടക്കുന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഒരു വെള്ളച്ചാട്ടം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഫുള്ള് ചെടിച്ചട്ടികളല്ല, ഔഷധത്തിന്റെ ഉള്ളിൽ ഫുള്ള് ചെടിച്ചട്ടികളാക്കിയിട്ടുണ്ട്. ഇവിടെ ഫുൾ ഇതൊക്കെ ഒറിജിനൽ ചെടികളാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. നല്ല എന്താ പറയാ, നല്ല ക്ലൈമറ്റും ആണ്. ഒരു പ്രത്യേക സൈലൻസ് ഉള്ള ഒരു മൂഡാണ് കേട്ടോ ഇവിടെ. അവർക്കൊക്കെ നമ്മൾ എത്തുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് വരുമ്പോ എല്ലാം നമുക്ക് കാണാം. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ പോയാലോ, മരുഭൂമി പോയാലോ? അങ്ങനെ നമ്മൾ മരുഭൂമിന്റെ എൻട്രൻസിന്റെ അവിടെ എത്തി. മരുഭൂമിയിലേക്ക് കയറാൻ പോവാണ്. ശരിക്കും ഒരു മരുഭൂമി എഫക്റ്റ് ആട്ടോ. പക്ഷെ വലിയ ലോങ് ആയിട്ടൊന്നും ഇല്ല, ജസ്റ്റ് കുറച്ച് ഇതേ ഉള്ളൂ. ഉള്ളത് അവർ നീറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞ് ടെന്റ് കാണാം, ഒരു മരുഭൂമി സെറ്റപ്പ് ടെന്റ് കാണാം. ആ ടെന്റ് അല്ലേ. പിന്നെ ഇവിടെ വലിയൊരു മല കാണാം. വലുതൊന്നുമല്ല, ചെറുതാണ്. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമായിട്ടോ. ആ ഈത്തപ്പഴയുടെ മരമൊക്കെ ഭയങ്കര ഒരു ഒറിജിനൽ തന്നെയാണോ? ആ ഒറിജിനാലിറ്റി ഉണ്ട്, ഒറിജിനൽ തന്നെ തോന്നുന്നു. ഒറിജിനൽ. അപ്പൊ ഒട്ടകോ? ഇതേപോലെ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി നമ്മളിങ്ങനെ നടക്കാം, മരുഭൂമിന്നൊക്കെ ഇറങ്ങി. ഇവിടെ കൊറേ ഗാർഡൻ ഉണ്ട് കേട്ടോ. ഒരുപാട് അടിപൊളി ഗാർഡൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഊട്ടി സെറ്റപ്പ് ഉണ്ട് കാണാൻ. ഓവറോൾ നല്ല രസമുണ്ട് കേട്ടോ. ഓ അത്രക്കൊക്കെ വേണോ? ഊട്ടിയിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗാർഡൻ മാത്രമല്ല, അവിടുത്തെ ക്ലൈമറ്റ് തന്നെയാണ്. അത്ര ക്ലൈമറ്റ് ഒന്നുമില്ലെങ്കിലും ഈ ഒരു സമയം ഇപ്പൊ ഒരു 7 മണിയായി, ഈ സമയത്തൊക്കെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു ഷൂട്ടിങ്ങിനൊക്കെ സെറ്റ് ചെയ്തൊരു സ്പോട്ട് പോലെ അല്ലേ, ഓല കൊണ്ട് മേഞ്ഞിട്ട വീടുകൾ കേട്ടോ. ഇത് പെട്ടെന്ന് കണ്ടാൽ അത് കോട്ടക്കുന്നിന്റെ ഉള്ളിലാണെന്ന് നമുക്ക് ഫീൽ ചെയ്യൂല, കാരണം അത്ര ഒറിജിനാലിറ്റിയിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അല്ലേ. ഫോട്ടോ ഒക്കെ അടിക്കാൻ ബെസ്റ്റ് ആണ് കേട്ടോ. നല്ല സ്പോട്ടുകളാണ്, നല്ല ക്ലാസി സ്പോട്ടുകളാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പണ്ടത്തെ വായനശാല. ഇതെന്താ എന്തോ ക്ലബുകളായിട്ടോ. സ്പോർട്സ് ആൻഡ് ആർട്സ്, സോക്കർ ആർട്സ് ക്ലബ്ബ്, സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് കോട്ടക്കുന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ ഫോട്ടോ അടിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട്. അത് പൊട്ടി ചാടിങ്ങോട്ട് പോയി പണി ഉണ്ടാക്കണ്ട. നമുക്ക്
അപ്പൂപ്പൻ താടിയല്ല, ക്രിസ്മസ് അപ്പൂപ്പൻ. നല്ല വെറൈറ്റി ചെടികളും അല്ലേ, അതൊക്കെ എവിടെയും കാണാത്ത ഓരോ വെറൈറ്റീസ്. ഒരു ഗ്രാമം ലുക്കാണ് കേട്ടോ മൊത്തം. ഇതെന്താ ഇതോ? ഇത് ചീര. പണ്ട് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു, എന്റെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ചെടി. ഓക്കെ, നമ്മള് പറഞ്ഞ് വിശ്വസിക്കല്ലാതെ നമുക്ക് വേറെ വഴിയില്ലല്ലോ. ഒരു അടിപൊളി ക്രിസ്മസ് അപ്പൂപ്പൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഇതേക്ക് ഈ സ്കൈ ആണ് കേട്ടോ. എന്താ രസം ഇപ്പൊ ഈ നേരത്തെ സ്കൈ കാണാനെന്നല്ലോ. ആ ഒരു സൺസെറ്റിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഇങ്ങനെ പോവാം. യെസ്, മെയിനായിട്ട് കോട്ടക്കുന്നിൽ പണ്ടേ എല്ലാവർക്കും അറിയാം ഈ ഒരു നടത്തം, ഈ ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു വൈബ്, ഒരു റിലാക്സേഷൻ ഭയങ്കരമാണ്. മാത്രമല്ല കപ്പിൾസ് ആയിട്ടൊക്കെ എല്ലാവരും വരാറുള്ള ഒരു സ്പോട്ടാണ്. ആ, കാരണം നടന്നാൽ ഇങ്ങനെ മടുക്കൂല, അങ്ങനെയുള്ള ഒരു സ്പോട്ടാണ്. പിന്നെ നടന്ന് പകുതി എത്തിക്കഴിഞ്ഞാൽ അവിടെ വണ്ടി പിടിച്ച് പോകാനൊന്നും പറ്റൂലല്ലോ, ബാക്കി നടന്ന് തീർക്കന്നെ വേണം. ഓ, ജുബിയുടെ ഫോട്ടോ ഉണ്ട്. അല്ല, ഇവിടെ ഉള്ളവരൊക്കെ ജുബി ഫാൻസാ തോന്നിട്ടോ. അല്ല പഠിച്ചോനെ, ഈ ഫോട്ടോയിൽ എപ്പോഴും എടുത്തു വെച്ചു. കിഴങ്ങോ? ആ, കിഴങ്ങില്ലേ? എന്ത് കിഴങ്ങാ അതറപ്പ? ആ, മധുരക്കിഴങ്ങ് ആയിരിക്കും. ജുബി പറഞ്ഞ നമ്മള് വിശ്വസിക്കല്ലാതെ വേറെ വഴി അതും ഇല്ല. നടക്ക് നടക്ക് നടക്ക്. ആയിരിക്കും, എനിക്കറിയില്ല. ആ ഞാൻ അതൊക്കെ അപ്പുറത്തെ ഹൾക്ക് അതൊക്കെ യാ മോനെ, എന്റെ ജുബിന്റെ ഫോട്ടോ ട്ടാ. ഹൾക്ക് ഉണ്ട് ഇപ്പുറത്ത്, ഞാനുണ്ട്. ജുബി ഉണ്ട് ഇവിടെ. ജുബി സെൽഫി എടുക്കാണ്. സെൽഫി ഭ്രാന്തിയാണ് ജുബിന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയാൻ തോന്നുന്നു. ഇതിലിപ്പോ ഏതാ ജുബി? അയ്യാ, കറക്റ്റ് ഒരു മാച്ച്. രണ്ടാളും ഒരേ ഡ്രസ്സും. ഡ്രസ്സല്ലല്ലേ അത്. പിന്നെ നമ്മളെ അബ്ദുൽ കലാം സാറിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ബാസികാക്കന്റെ സ്പൈഡർമാനാ? ജിറാഫാ? ഓ, ഇങ്ങനെ ഇന്റെ ജിറാഫ ആവണു. അത് സ്പൈഡർമാൻ അല്ല കേട്ടോ, ചിലന്തി മാപ്പിളേ. ചിലന്തി മാപ്പിളേ ഹൾക്ക്. എന്റെ ഒരു ബോഡി ഷേപ്പാണ് ഏകദേശം ഹൾക്കിനുള്ളത്. ആ, അതെ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല സ്പോട്ടാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം. നല്ല രസം. കോട്ടക്കുന്ന് വന്ന എന്തായാലും ഇതിന്റെ ഉള്ളിൽ കയറാം കേട്ടോ. ആ 50 റുപ്പീസിനുള്ളത് കാണാനുണ്ട്, വെറുതെ കഴിക്കാനൊന്നും ഇല്ലെങ്കിലും ഫുള്ള് കാണാനാണുള്ളത്. ഓ, ഇതിന്റെ ഒപ്പം വെച്ചിട്ടില്ലേ ഈ വയറ് വീർപ്പിച്ചിട്ട് ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്താല? രണ്ടാക്കും ഏകദേശം ഒരേ വയറാണല്ലോ. ഒരു സെക്കൻഡ് നമുക്കൊരു ഫോട്ടോ അടിക്കാം. അങ്ങനെ നമ്മൾ മാവേലിനൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കാച്ചു, ഇനി വേറെ എന്തൊക്കെയാ അവിടെ ഉണ്ട് കാണാൻ. ഇങ്ങനെ മെയിനായിട്ട് ഈ ഒരു നടത്തം, ഈ നടത്തത്തിന്റെ ഇടയിലുള്ള കാഴ്ചകൾ, മെയിനായിട്ട് ഗാർഡൻസ്, അതിലേക്ക് ഇതേപോലത്തെ ഓരോ എന്താ ഒരു പൊളിഞ്ഞ കാളവണ്ടി, അങ്ങനത്തെ കുറച്ച് ക്ലാസി ആയിട്ടുള്ള സെറ്റപ്പ്, അതൊക്കെ തന്നെയാണ്. സ്പർശിക്കാൻ പാടില്ല കേട്ടോ, നമുക്കത് കാണാം. ഇത് ആരൊക്കെയായിരുന്നു റബ്ബേ? ഇത് കാര്യമായിട്ടുള്ള ആരോ ശില്പാണ് പത്തോ. ആ, നമുക്ക് പ്രതിമകൾ ആരത്തേക്കാണ്? ഇതിന്റെ അഡ്രസ് ഇത് ബഷീറാണ് കേട്ടോ ഇരിക്കുന്നത്. ഓക്കെ, ആ, വൈക്കം മുഹമ്മദ് ബഷീർ. ആ, എനിക്ക് മനസ്സിലായിനോ? ആ, അടിപൊളി. അങ്ങനെ നമ്മള് വൈക്കം മുഹമ്മദ് ബഷീറിനൊക്കെ കണ്ടു. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കറിയില്ല, എൻ്റെ ഒരു മുഖച്ചായ ഉണ്ട് കാണാൻ. ആ മൂക്ക് പ്രത്യേകിച്ച് എൻ്റെ അതേമാതിരി ഇല്ലേ? ഇല്ല, അതെ. ഇപ്പൊ നീര് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നീര്, മൂക്കിന് മാത്രം നീര് വന്നിട്ട് മൂക്ക് മാത്രം ഇതാ ചോപ്പ് കളറായിക്കണേ.
അവിടെ മാത്രം നീര് കെട്ടിക്കുന്നുണ്ട്, മൂക്കിന്റെ അവിടെ മാത്രം. മനഃപൂർവ്വം. അപ്പൊ എനിക്കിത് നടന്ന് കാണണ്ടേ? ഇത് സ്ഥലങ്ങൾ ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോണം നടന്ന് കാണാന്. കഴിഞ്ഞു, നടത്തൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ എന്താ പറയാ, നോമ്പാണ്. നോമ്പിന് വീട്ടിൽ തന്നെ ആയിരിക്കും കൂടുതൽ, വീട്ടിലല്ല ഷോപ്പിലായിരിക്കും കൂടുതൽ. ഓക്കെ, നല്ല അടിപൊളി സ്ഥലങ്ങളാട്ടെ. എനിക്ക് കുഞ്ഞു വീട് ഇഷ്ടമായി. ഞാൻ ഞട്ട കുഞ്ഞു വീട്ടിലേക്ക് പോവാണ്. യെസ്, ഒരു ഹട്ടില്ലേ, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഹട്ട് പോലത്തെ ഒരു സ്പോട്ട് കേട്ടോ. പത്ത് കിണർ പോയി ചാടണ്ട കേട്ടോ, അവിടെ ഒരു കിണറുണ്ട്. ആ ഡോർ മുട്ടിയൊക്കെ ആരും അതിൽ പറഞ്ഞാലോ. ആ കിണറ്റില് വെള്ളം ഉണ്ടോ നോക്ക് പറ്റോ? ശരിക്കും ഒറിജിനാലിറ്റി ആട്ടോ, നല്ല ഒറിജിനൽ ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, നല്ല ക്രിയേറ്റീവ് ആയിട്ട് തന്നെ ഇവിടെ. ആ, ചിമ്മിണി വിളക്ക്, മണ്ണെണ്ണ വിളക്ക്. പിന്നെ ചിമ്മിനി വിളക്ക് തന്നെയാണോ പറയാ? ചില്ലി വിളക്കോ? ഞങ്ങൾക്കൊന്നും വീടില്ല ആ സമയത്ത്. നടക്ക് നടക്ക് നടക്ക്, പുറങ്ങോളൂ പുറത്തരം വരാന്. അപ്പൊ അതോ? അപ്പൊ അതിലോ? അത് നല്ല വ്യത്യാസാട്ടോ. ഇനി കാണാനൊന്നുമില്ല പ്രത്യേകിച്ച്. ഈ ഒരു എൻട്രൻസ്, നടക്കുന്ന ആ ഒരു എൻട്രൻസിലുള്ളതാണ്. അത് നമ്മൾ നടന്നിട്ടില്ല, ജോ നടന്ന് കാണിക്കാം, അപ്പോൾ നല്ല രസം ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് ആ എൻഡ് വരെ ഇങ്ങനെ ഈ ഒരു ചെടി വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈൻ ആയിട്ടാട്ടോ. നല്ല രസമില്ലേ? ബാക്കിയൊക്കെ പുറത്തൊക്കെ കോട്ടക്കുന്ന്, നിങ്ങൾക്ക് കോട്ടക്കുന്നുള്ള ബാക്കിയുള്ള റൈഡൊക്കെ അവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലേക്ക് സെപ്പറേറ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണിച്ചതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പെർ ഹെഡ് 50 റുപ്പീസാണ് വരുന്നത്. ഇത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം. ഓക്കെ, മെയിനായിട്ട് ഗാർഡൻസ് ഇതാ, ഒരുപാട് വെറൈറ്റി ചെടികളിലുള്ള ഒരുപാട് ഗാർഡൻസ് ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള വേറെയും ഗാർഡൻ സെറ്റപ്പുകൾ. ഇപ്പോൾ ബാക്കി കാണിച്ച വീടുകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ മെയിൻ ഹൈലൈറ്റ്. അപ്പം എന്താ പറയാ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തിട്ടോ. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മരുഭൂമിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ആ ഒരു സ്പോട്ട് നല്ല ഭംഗിയുണ്ട് ചെയ്തത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പം വരാൻ പറ്റാത്തവരൊക്കെ, ലോങ്ങിലുള്ളവരുണ്ടാവാം. അപ്പൊ അങ്ങനെ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. മലപ്പുറം ഉള്ളവർക്ക് ഇതൊരു വിഷയമല്ല. കോട്ടക്കുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാൻ പറ്റിയ കുറച്ച് നേരം മതി ഇതൊന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ. റിലാക്സ് ചെയ്തിരിക്കാനും വർത്താനം പറയാനൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. കൂടുതലും ഇവിടെ കപ്പിൾസ് തന്നെയാണ് വരാറുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.